അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിസരം മാലിന്യ കൂമ്പാരമായി മാറിയെന്നും മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഭരണസമിതി വൻ പരാജയമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടും സംരക്ഷണ കവചമൊരുക്കുവാനോ അവ നിർമ്മാർജ്ജനം ചെയ്യുവാനോ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. അതേസമയം ഗവൺമെന്റ് ഏജൻസിയായ ക്ലീൻ കേരള മാലിന്യമെടുക്കുന്നതിൽ വിമുഖത കാണിക്കുന്നുവെന്നും പ്രൈവറ്റ് ഏജൻസിയായി സംസാരിച്ചിട്ടുണ്ടെന്നും ഭരണസമിതി വ്യക്തമാക്കി. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പരാജയമെന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിക്കുന്നത്. പഞ്ചായത്തിൽ നിരവധിയായ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും പഞ്ചായത്ത് പരിസരം മാലിന്യ കൂമ്പാരമായിരിക്കുകയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. പഞ്ചായത്തിലെ 21 വാർഡുകളിലെയും മാലിന്യങ്ങൾ ശേഖരിച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപം കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവ വഴി പ്രദേശത്താകെ സാംക്രമിക രോഗങ്ങൾ പടരുന്നതിനും കുടിവെള്ള സ്രോതസ്സുകളടക്കം മലിനപ്പെടുന്നതിനും കാരണമാകുന്നു. ഇത് സംബന്ധിച്ച് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുവെങ്കിലും പ്രസിഡന്റ് ഉൾപ്പെടുന്ന ഭരണസമിതി നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷാംഗവും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ CD ഷാജി ആരോപിച്ചു. ഒരു വർഷം മുൻപ് ഒരു പേപ്പറിന്റെ കഷ്ണം പോലും ഇല്ലാത്ത രൂപത്തിൽ അത് നിമജ്ജനം ചെയ്ത് തരം തിരിച്ച് വിൽക്കേണ്ടവ വിറ്റ് നശിപ്പിക്കേണ്ടവ നശിപ്പിച്ച് പരിപാലിച്ചു പോകുന്ന സംവിധാനമാണ് കെടുകാര്യസ്ഥത മൂലം ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഈ രൂപത്തിൽ മാലിന്യ കൂമ്പാരമായി മാറുന്നത്. ഒരു മഴ കൂടി പെയ്താൽ ഈ മാലിന്യം മുഴുവൻ അടിമാലി ടൗണിൽ ജനങ്ങൾക്ക് വസിക്കാൻ കഴിയാത്ത രൂപത്തിൽ കുടിവെള്ളത്തിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ഒലിച്ചിറങ്ങി വളരെ ഭീതിജനകമായ രൂപത്തിലേക്ക് ഇതിൻ്റെ ഭവിഷ്യത്ത് കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. നിരവധി വട്ടം ഈ കാര്യങ്ങൾ അടിമാലി പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ ചർച്ച ചെയ്യുകയും പഞ്ചായത്ത് ഭരണസമിതി ഇത് നിമജ്ജനം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ ആരായണമെന്ന് നിശ്ചയിച്ചിട്ട് പോലും പ്രസിഡന്റോ വൈസ് പ്രസിഡന്റ് അടങ്ങുന്ന ഭരണ സംവിധാനങ്ങൾ യാതൊരു വിധത്തിലും ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അടിമാലി ടൗണിനെയും അടിമാലി പഞ്ചായത്തിനെയും മാരകമായി ബാധിക്കാൻ പോകുന്ന ഈ വിപത്തിനെതിരെ അതിശക്തമായ സമരത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ സജ്ജരാകും. അതിന് നാടിൻ്റെ ആകെ പിന്തുണയുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നു ഹരിതകർമ്മ സേന വഴി മാലിന്യങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും കഴിയുന്നവ വിൽക്കുകയും അല്ലാത്തവ ഗവൺമെന്റ് ഏജൻസിയായ ക്ലീൻ കേരളയ്ക്ക് നൽകുകയുമാണ് ചെയ്യാറെന്നും ഭരണസമിതി അറിയിച്ചു. അടുത്തിടെയായി മാലിന്യങ്ങൾ എടുക്കുന്നതിൽ പഞ്ചായത്ത് ഏജൻസി വിമുഖത കാണിക്കുകയാണ്. ഇതിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് പ്രൈവറ്റ് ഏജൻസിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഉടനെ തന്നെ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. മാലിന്യങ്ങൾ കളക്ട് ചെയ്യപ്പെടുന്നു. പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെ നേതൃത്വത്തിൽ കളക്ട് ചെയ്യപ്പെടുന്ന മാലിന്യങ്ങൾ വിൽക്കാൻ കഴിയുന്ന വിൽക്കുകയും അല്ലാത്തവ ഗ്രീൻ കേരള ഗവൺമെൻറ് ഏജൻസിക്ക് നൽകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗ്രീൻ കേരള പലപ്പോഴായി സാധനങ്ങൾ എടുക്കുന്നതിൽ വിമുഖത കാണിക്കുകയാണ്. അതിലൊരു ശക്തമായ പ്രതിഷേധം ഗ്രീൻ കേരളയും ഗവൺമെൻറ് ഏജൻസികളെയും അറിയിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് സംസാരത്തിലാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുന്ന നടപടികളും എല്ലാ വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനകളുടെ അംഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ മാലിന്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമാണ് എന്ന് പഞ്ചായത്ത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.